യോഗി ആദിത്യനാഥിനെയാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്. സാധാരണഗതിയിൽ ഒരു 3 വർഷം മുമ്പുള്ള CPM ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യോഗി ആദിത്യനാഥ് ഔദ്യോഗികമായി ഇങ്ങനെ ഒരു സന്ദേശം അയച്ചാൽ തന്നെ അവരത് പൂത്തിവെക്കും. അങ്ങനെ സന്ദേശം കിട്ടിയില്ല എന്ന് പറയും നിങ്ങൾ പത്രക്കാരടക്കം ചോദിച്ചാൽ. ഇപ്പം എന്താ ചെയ്തത്? ആഘോഷമാക്കുകയാണ്. തൊട്ടടുത്ത കർണാടകയും തമിഴ്നാടും ആന്ധ്ര, ഇത്രത്തോളം ഈ പറയുന്ന സ്വാമിമാർ, കേരളത്തിലെക്കാളും സ്വാമിമാർ വരുന്ന പ്രദേശങ്ങളാണ് നമുക്കറിയാത്. ആ മുഖ്യമന്ത്രിമാർക്കൊന്നൊരു ക്ഷണമില്ലല്ലോ. എന്തേ യോഗിയെ മാത്രം പോയി ക്ഷണിച്ചത്? അപ്പം എങ്ങോട്ടേക്കാണ് ഈ രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നത്? അത് കേരളം ചർച്ച ചെയ്യപ്പെടും. അത്തരം വർഗീയ നിലപാടുകൾ കേരളത്തിലെ പൊതുസമൂഹം ആരെടുത്താലും, അത് ന്യൂനപക്ഷമെടുത്താലും ഭൂരിപക്ഷമെടുത്താലും, ആ ജാതീയ കാർഡുകൾ, അത്തരത്തിലുള്ള പൊളിറ്റിക്സ് എടുത്ത ഘട്ടങ്ങളിലൊക്കെ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ രംഗത്ത് പരാജയപ്പെട്ടത് കണ്ടിട്ടുള്ള നാടാണ് കേരളം. അത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓർത്താൽ നന്നാകും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ, ഈ മാമാങ്കം നടന്ന ഈ കോട്ടയം ജില്ലയിൽ വെച്ച് എനിക്ക് പ്രിയപ്പെട്ട പത്രക്കാരോട് പറയാനുള്ളത്.